ഇന്നത്തെ റെസിപ്പി കിണ്ണത്തപ്പാണ്. നേന്ത്രപ്പഴം ഗോതമ്പ് പൊടിയെല്ലാം ചേർത്തിട്ടുള്ള ഒരു കിണ്ണത്തപ്പാണിത്. ആവിയിൽ വേവിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാം. പറ്റുമെങ്കിൽ ഇതുപോലെ തൊലിയെല്ലാം ഒന്ന് കറുപ്പ് കളറായിട്ടുള്ള നേന്ത്രപ്പഴം തന്നെ എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു നേന്ത്രപ്പഴം നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം. ഒരു പാൻ വെച്ച് ഈ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പഴം ചെറുതായി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല പഴുത്ത നേന്ത്രപ്പഴം ആയതുകൊണ്ട് നെയ്യ് പെട്ടെന്ന് ഇത് വലിച്ചു കുടിക്കും. ആവശ്യമെങ്കിൽ വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു നേന്ത്രപ്പഴം ചെറുതായി ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു അണ്ടിപ്പരിപ്പിന് പകരം തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഈ ഒരു തേങ്ങയും അണ്ടിപ്പരിപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു തേങ്ങ ഒന്ന് ചൂടായി വരുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ പഴയിലൊന്ന് ഉടനെ തേങ്ങയെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ശർക്കരപ്പാനി തയ്യാറാക്കണം. ഞാനിവിടെ 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഈ ഒരു ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ശർക്കര എടുക്കുന്ന സമയത്ത് നല്ല ഡാർക്ക് കളർ ശർക്കര എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിണ്ണത്തപ്പത്തിന് നല്ലൊരു കളർ കിട്ടും. ലൈറ്റ് കളർ ശർക്കരനെ അപേക്ഷിച്ചിട്ട് ഡാർക്ക് കളർ ശർക്കര കൊണ്ട് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ കിണ്ണത്തപ്പം നല്ല കളർ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു ശർക്കര ഒന്ന് ഉരുകി വന്നാൽ മാത്രം മതി. ഇതിനെ ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു ശർക്കര ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്കിതിൽ നിന്ന് 1 കപ്പ് ശർക്കരപ്പാനി കിട്ടും. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ശർക്കരപ്പാനി ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിത് വെച്ചിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ശർക്കരപ്പാനി നമുക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഗോതമ്പ് പൊടിയും ശർക്കരപ്പാനിയും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാലാണ്. 1/4 കപ്പ് 1/4 പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കാപ്പൊടിയും ഉപ്പുമാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 നുള്ളു ഉപ്പുമാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പം ഞാനിവിടെ ഗോതമ്പ് പൊടിയും ശർക്കരപ്പാനി നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ബാറ്ററിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പഴം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസാവാൻ പാടില്ല. കാരണം നമ്മൾ ഈ ഒരു പഴം ചേർത്തതിന് ശേഷം വീണ്ടും ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പം ബാറ്റർ അടിക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ പിന്നെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കാൻ പറ്റില്ല. തേങ്ങാപ്പാൽ ചേർത്താലാണ് നമ്മുടെ ഈ ഒരു കിണ്ണത്തപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാം. അപ്പം ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ബാറ്ററും പഴവും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് 1/4 പാല്. ഇപ്പം ഞാനിവിടെ 1/4 കപ്പ് തേങ്ങൻ്റെ 1/4 പാല് ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വരും. അപ്പം നമ്മുടെ കിണ്ണത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കിണ്ണത്തപ്പം എന്തിലാണോ തയ്യാറാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കുക. ഞാൻ ഈ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത്.
നിങ്ങൾ പറ്റുമെങ്കിൽ കുറച്ച് നല്ല പരന്നൊരു പാത്രം തന്നെ എടുക്കുക. പ്ലേറ്റിൽ വേണമെങ്കിൽ പ്ലേറ്റിൽ ചെയ്താൽ മതി. എൻ്റെ സ്റ്റീമർ ചെറിയൊരു സ്റ്റീമർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ ചെയ്യുന്നത്. ചെറിയ പാത്രത്തിൽ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം, ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം എടുക്കും. അതേസമയം പരന്നൊരു പാത്രത്തിലാണ് നമ്മളിത് ഒഴിക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് നന്നായിട്ട് വെന്ത് വരും. ഇതേപോലൊരു പാത്രത്തിൽ ഒഴിക്കുന്ന സമയത്ത് ഒരു 3/4 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ നല്ലൊരു പരന്ന പാത്രത്തിൽ തന്നെ ഒഴിച്ച് ഈ ഒരു കിണ്ണത്തപ്പം വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ മുഴുവനും ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അരിപ്പ വെച്ച് ഇതിലേക്ക് കിണ്ണത്തപ്പം വെച്ച് കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഇതിനെ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു അരമണിക്കൂർ നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു പാത്രമായതുകൊണ്ട് ഇതൊന്നും വെന്ത് വരാൻ വേണ്ടിയിട്ട് 3/4 മണിക്കൂറാവും. ഇപ്പോൾ 3/4 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ കിണ്ണത്തപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയൊരു കിണ്ണത്തപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ കിണ്ണത്തപ്പം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കളറ് മാറി വരും. തണുത്ത് വരുന്ന സമയത്ത് ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ സൈഡിൽ നന്നായിട്ട് വിട്ട് വരും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.